ഞാനാ സംസാരിക്കുന്ന ദേവൻ. നിങ്ങളുടെ കുടുംബത്തെ പൂജകളൊക്കെ ചെയ്യാൻ വരാറുള്ള ആളാ ഞാന്. ഇതിപ്പോഴാണെങ്കിൽ ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴേ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ കുറച്ച് പൂജകൾ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോ നിങ്ങൾ അമ്മയെ കൂട്ടി വാ. മോളെന്നാ സംസാരിക്കുന്നേ? എത്രയും വേഗം വരണേ. പിന്നെ നിങ്ങൾ വരേണ്ട സ്ഥലം പല്ലനാട്ടുകരയല്ല, നിങ്ങളുടെ അമ്മയ്ക്ക് അറിയാത്. എൻ്റെ ആ ഒരു ഗുഹയുണ്ട് പല്ലനാട്ടുകരയിൽ, അവിടെ വന്നാൽ മതി കേട്ടോ. ആ കൊച്ചിനെ വിളിച്ചോ കള്ളസ്വാമി? സാഹുറ, നീ എന്തോ എന്നെ കള്ളസ്വാമി എന്നൊക്കെ വിളിക്കുന്നത്? ശരിക്കും ഞാൻ കള്ളസ്വാമിയാ എന്നും പറഞ്ഞ് നീ എന്നെ അങ്ങനെ വിളിക്കൊന്നും വേണ്ട കേട്ടോ. അയ്യോ, ഞാൻ പിന്നെ കള്ളസ്വാമി പിന്നെ കള്ളസ്വാമി എന്നല്ലാതെ യഥാർത്ഥ സ്വാമി എന്ന് വിളിക്കാൻ പറ്റുമോ? എടാ, ആ കൊച്ചിനെ മാത്രം വിളിച്ചാൽ പോരാ. നമുക്ക് വേറൊരു കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ കൊച്ചിനെ കൊണ്ട് വിളിക്കാം. അതേത് കൊച്ചാ? ആ കൊച്ചിന്റെ സ്വർണ്ണം ഉണ്ടോ? ഉണ്ടെന്നേ, ഞാൻ കണ്ടത്. ആ പിള്ളേർ 2-3 പേരും കൂടെ ഒന്നിച്ചാ പോയത്. എല്ലാത്തിന്റെ കഴുത്തിനും കാതിനും ഒക്കെ ഇഷ്ടംപോലെ സ്വർണ്ണം കിടക്കുന്നത്. എല്ലാത്തിനും ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് സ്വർണ്ണമായിട്ട് അടിച്ചു മാറ്റാം നമുക്ക്. അവരുടെ അമ്മമാരെയും കൂടെ വിളിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലും കാണുമല്ലോ ഇഷ്ടംപോലെ കയ്യിലും കഴുത്തിലും ഒക്കെ. ശരി സ്വാമി, അടുത്ത ആളെ വിളിക്കോടനെ. എന്താ മോളെ? അയ്യോ, വിളിച്ചു മോളെ. അയ്യോ, ആ സ്വാമി വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ. അന്നാണെങ്കിൽ നമ്മളെ പൂജയൊക്കെ നടത്തിയില്ലെന്ന്, കുറേ പൈസ ചിലവായി. എന്നാലും അത് നല്ല ഇതായിരുന്നു പൂജയൊക്കെ നടത്തിയുണ്ട്. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, വിളിച്ചില്ലേ? ഇനി പോകാം. ആണോ? എന്നാൽ ഇന്ന് നമുക്ക് വൈകിട്ട് വാങ്ങട്ടെ മോളെ. വരാം സ്വാമി, എത്രയും പെട്ടെന്ന് വരാം. ഞാനിന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാ കണ്ടത്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വരാം സ്വാമി. ശരി ശരി. ആരാ ശാരദേ? അമ്മ മറ്റേ പന്നാട്ടുകാരിയില്ലേ, അവിടുത്തെ ആ തിരുമേനിയെ വിളിച്ചത്. നമ്മളാണെങ്കിൽ ഇന്ന് ചെല്ലണമെന്ന് പറഞ്ഞു കേട്ടോ. എത്രയും പെട്ടെന്ന് എല്ലാവരാ പറഞ്ഞത്. ഇതിന് കുടുംബ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാന്നാ പറഞ്ഞു. എന്നാ നിങ്ങൾ പോയിട്ട് വാ മക്കളുമായിട്ട്. ഞാൻ വരുന്നില്ലടി. പല്ലനാട്ടുകാരല്ലേ, ആ മലയൊന്നും കയറാൻ എനിക്ക് വയ്യടി. അയ്യോ, അമ്മ എങ്ങനെ വരാതിരിക്കുന്നേ? അമ്മയും കൂടെ അമ്മേ. ഇല്ലെന്നടി, എനിക്ക് നടക്കാൻ വയ്യടി, മുട്ടുവേദനയാന്ന്. എന്നാ ശരി അമ്മ, ഞങ്ങൾ പോവെന്ന്. നിങ്ങൾ വാ മക്കളെ. ഒരു തവണ നമ്മൾ പോയിട്ടുള്ള സ്ഥലം അത്. മറന്നുപോയോ വഴി? അമ്മണി ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നതേ ഇല്ലല്ലോ. അവളോടുകൂടെ വരുന്നെന്ന് ചോദിക്കണ്ടായിരുന്നു. നമ്മളോട് ഒരു കൂട്ടുണ്ടായിരുന്നു. ശരിയാ. സന്ധ്യ ആകാറായെന്ന് തോന്നുന്നല്ലോ നേരം. രാത്രി 9 മണി കഴിഞ്ഞാൽ പിന്നെ പൂജ നടത്തത്തില്ല, അതിന് മുമ്പ് എത്തണം. വെള്ളം ഒഴുകുന്നുണ്ടല്ലോ മക്കളെ, എനിക്ക് ദാഹിക്കുന്നു. വാ മോനെ, സൈഡിൽ നിന്ന് വെള്ളം കുടിക്കണേ, അങ്ങോട്ട് വീഴല്ലേ. മോനിക്ക് മാറിക്കഴിഞ്ഞാൽ അമ്മച്ചി വെള്ളം കുടിക്കട്ടെ. കിങ്ങിണിക്ക് വേണോ വെള്ളം? എന്തോ ഒരു സൗണ്ട് കേട്ടോ, ഇവിടെ എന്തോ വന്ന് വീഴുന്ന പോലെ. ഒറ്റ അനങ്ങരുത്. പോകാനോ? എനിക്കിവിടെ വിശന്നിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് ദാഹിച്ചല്ലേ നിങ്ങളിവിടെ വന്നത്? എനിക്ക് ഭയങ്കര വിശപ്പ്, അതടക്കണ്ടേ? എവിടെ പോവാ നിങ്ങള്? പുറോട്ട് അവിടെ നിൽക്കാൻ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ അവരെ? സൗണ്ട് ഒന്നും ഉണ്ടാകണ്ട. നമുക്ക് കൊച്ചിയില്ല നിൽക്കുക ഇവിടെ. കുറച്ചു നേരം ഇവിടെ നിന്നിട്ടേ നമുക്ക് ആ മലമോളിൽ കൂടെ അങ്ങോട്ടും കയറി പോകും ആ സ്വാമിയുടെ അടുത്തോട്ട്. പൂജ ചെയ്യിക്കാൻ വന്നപ്പോ ഓരോരോ തടസ്സങ്ങൾ കണ്ടില്ലേ? കുറച്ചു ദിവസം മുമ്പേ പറഞ്ഞിട്ടായിരുന്നു പൂജ ചെയ്യിക്കാൻ. അല്ല, അത് സ്വാമി വിളിച്ചിട്ടില്ലേ മോളെ ഇപ്പൊ വന്നത്? എന്താ മക്കളെ ഇത്? ഇവിടെ കടന്നോ? എന്നെ വെട്ടിച്ചങ്ങ് മുങ്ങാന്ന് വിചാരിച്ചല്ലേ? ഈ വലയ്ക്കകത്ത് കിടന്നോ? ഇതിട്ട് എന്നെ കുറെ പേര് പിടിച്ചിട്ടുണ്ട് വലയ്ക്കകത്ത്. അതുകൊണ്ട് ഞാൻ ഈ വല സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. എനിക്ക് ഇരയെ കിട്ടുമ്പോഴേ പിടിക്കാമല്ലോ. നമ്മൾ ആകപ്പാടെ പെട്ടുപോയി മക്കളെ. അയ്യോ, ഇത്ര നേരത്തായി നിന്ന് രക്ഷപ്പെടുന്ന എങ്ങനെയാ നമ്മള്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലനാട്ടുകാരെ പോകുന്ന വഴി ഞാൻ അങ്ങ് മറന്നു പോയോളെ. അതേ സന്ധ്യ ആകും ചെയ്ത്. വഴി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്ക്. അമ്മ ഇന്നിട്ട് ആ കാട്ടിലെങ്കിൽ ഏതോ ഒരു അരക്കം കണ്ടല്ലോ. എവിടെ? കാട്ടിലോ? കാട്ടിലല്ല, പന്നി വല്ലതും ആയിരിക്കും. പേടിയാവുന്നു. പക്ഷേ കിങ്ങിണി കുട്ടുമാനും കൂടെ വിളിക്കണ്ടായിരുന്നു വരുമ്പോ. എന്താ മോള് വിളിക്കാഞ്ഞത്? അവരോട് വിളിക്കാൻ വയ്യായിരുന്നു. നമുക്കൊരു കൂട്ടുണ്ടായിരുന്നല്ലേ. സന്ധ്യയായപ്പോ എനിക്കും പേടിയാവുന്നു. ഭയങ്കര കാടാ അങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക്. അതെന്തെങ്കിലും തടികഷ്ണം വല്ലതും ആയിരിക്കും മോളെ. കാറ്റ് ചിലപ്പോ പറക്കുമായിരിക്കും. ഇല്ല, തടികഷ്ണം ഒന്നും കാലത്. കാലോ? എന്തോ പ്രയാത്തിന്റെ നീ എന്ത് പറയുന്നത്? തവളയായിരുന്നോ? പേടിച്ചു പോയല്ലോ. അയ്യോ, എന്നാലും ഇത്രയും വലിയ തവള ഉണ്ടോ മോളെ കാട്ടിലൊക്കെ? പാവം തവളയായിരുന്നു, കരയുന്നു. അമ്മ അങ്ങോട്ട് പോരുന്നു, എന്റെ അടുത്തോട്ടും പോന്നെ. വലിയ തവളെ, നമ്മളെങ്ങനെ പിടിച്ച് വിഴുങ്ങിയാലോ? എങ്ങോട്ട് ഓടാൻ? ഓടി നോക്കിക്ക് നീച്ചെന്ന്. അതെന്തോ അങ്ങനെ വെല്ലുവിളിക്കുന്നേ? വാ മോളെ, നമുക്ക് ഓടാം.
ഈ തവളയായ എൻ്റെ വായ്ക്കകത്ത് പശ ഒട്ടെന്നുള്ള ആരും അറിയാവോ? ഞാൻ ഇരകളെ പിടിക്കുന്ന അങ്ങനെ പശ ഒട്ടിച്ച്. ആ പശയെ നിൻ്റെയൊക്കെ കാലിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. നീയൊക്കെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. എടാ സഹൂറേ, ഇത്ര നേരമായിട്ട് ആരെയും കാണുന്നില്ലല്ലോടാ. അത് ശരിയാന്നല്ലോ, ഇതുവരെ ആരും കണ്ടില്ലല്ലോ. ഞാനൊന്ന് പോയി തിരക്കണോ കള്ളസ്വാമി? മതി മതി കള്ളസ്വാമി എന്ന് വിളിച്ചത്. എടാ നീ പോയൊന്ന് അന്വേഷിക്കടാ. കൂട്ടിന് വേണമെങ്കിൽ അവനെ കൂടെ വിളിക്കാം, ഗോപാലനെ കൂടെ. ഗോപാല ഇങ്ങോട്ടൊന്ന് വന്നേ. പറ സ്വാമി. നീ ഇങ്ങനെ മുടി വളർത്തിക്കൊണ്ട് നടന്നാ മതിയോ? എടാ 2-3 പിള്ളേർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ സ്വർണ്ണമൊക്കെ നമുക്ക് അടിച്ചു മാറ്റണം. ഇതുവരെയായിട്ട് അവരിവിടെ എത്തിയിട്ടില്ല. നീ സഹൂറിനെ പോയി തിരക്ക്. ആ ശരി ശരി. ഇപ്പൊ വരുന്നവരുടെ സ്വർണം കുറെ അടിച്ചു മാറ്റണം ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. അങ്ങനെ ഞാൻ സ്വർണം വാങ്ങിച്ചെല്ലാം അടിച്ച് മാറ്റി വലിയൊരു ധനികനായിട്ട് മാറും. വെള്ളം കുടിക്കാൻ പോയത് അബദ്ധമായി പോയത്. നമുക്ക് നേരെ ആ സ്വാമി എടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു. എന്നാലും ത്രലേലേറെ നമ്മളെ ഈ വരയ്ക്കത്താക്കിട്ട് എങ്ങോട്ട് പോയമ്മേ? ഫ്രൈപാൻ എടുക്കാൻ പോയിരിക്കും. പോണങ്ങോട്ട് വന്ന് നമ്മളെന്താ ഫ്രൈ ചെയ്യാൻ പോകുന്നപ്പോഴ്? ഇങ്ങോട്ട് നോക്കിയ സഹോറെ 3 പേര് തന്നെ നിൽക്കുന്നത്. അവരാന്നോ വരാമെന്ന് പറഞ്ഞങ്ങോട്ട്? ഇത് അവര് തന്നെ. ഇവരോടാ വരാൻ പറഞ്ഞേക്കുന്നത് 2 കൊച്ചുങ്ങളും തള്ളേ. അയ്യോ, ഇവരെന്തോ ഈ വലയ്ക്കകത്ത് കയറി നിൽക്കുന്നേ? എടാ എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും കേട്ടോ. ഞാൻ സഹൂറാന്ന് ഇവർക്കറിയാം. ഇവരുടെ വീട്ടിൽ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുള്ള ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മുടെ കളത്തിനെ മൊത്തം പൊളിയും. അതുകൊണ്ട് ഞാനങ്ങ് മാറി നിൽക്കുക കേട്ടോ. നീ തന്നെ ഒറ്റയ്ക്ക് ഡീലേ. എടാ സഹൂറ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റുവാടോ നീ ഇല്ലാതെ? എടാ എന്നെ കണ്ട പ്രശ്നമാണെന്ന് അവർക്കറിയാം തന്നെ. ഞാൻ എത്ര പ്രാവശ്യം അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ അറിയാവോ? അപ്പോഴേ മനസ്സിലാവും നമ്മുടെ കളത്തിനങ്ങൾ മൊത്തം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ ഒറ്റയ്ക്ക് ഇപ്പോൾ ഡീലേ. ആ ശരി ശരി. ഹലോ, എക്സ്ക്യൂസ് മീ. അയ്യോ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. ഞങ്ങളെങ്കിൽ ത്രലേ ഞങ്ങളെ പൂട്ടിയിട്ടേക്കുവാ. ത്രലല്ലയോ? അങ്ങനെയാണോ നിങ്ങൾ വലയ്ക്കുള്ളിലായത്? ഞങ്ങൾ വല എത്ര പൊട്ടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഞങ്ങളൊന്ന് പൊട്ടിച്ചയച്ചു വിടാ. ത്രലേലൂർ വരുന്നതിന് മുമ്പ് ഞങ്ങളെ രക്ഷിക്ക്. ഞങ്ങളെങ്കിലേ സ്വാമിയുടെ അടുത്ത് വരെ പോവായിരുന്നു. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ പല്ലനാട്ടുകാരനാണോ പോകുന്നത്? ആ അതെ അതെ, ഞങ്ങൾ പല്ലനാട്ടുകാരെയാ പോകുന്നേ. ആ അപ്പോൾ നിങ്ങൾ അവർ തന്നെ അല്ലേ? സ്വാമി ഇങ്ങനെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ ഇത്ര നേരമായിട്ട് കാണുന്നില്ലല്ലോ. ആ അതപ്പോൾ ഒരു സംശയം തോന്നിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടതാ. ആണോ? സ്വാമിയാണ് പറഞ്ഞു വിട്ടത്? അയ്യോ, എന്താ പിന്നെ എത്രയും വേഗം രക്ഷിക്ക്. എന്റെ അമ്മച്ചി, എനിക്ക് പേടിയാവുന്ന എന്നെ വിഴുങ്ങുന്നത്. ഞാൻ അതിന്റെ വായിക്കകത്ത് പോകാനുള്ളത് ആദ്യം തന്നെ ആക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അയച്ചിടാൻ നോക്ക്. ആഹാ, നീ അതാടാ ഇവരെ രക്ഷിക്കാൻ വന്ന എലുമ്പൻ. മുടി വളർത്തി ഇറങ്ങിക്കോ അവൻ. എന്റെ പൊന്നോ, എനിക്ക് പേടിയാവേ. ഓർഡറാ എലുമ്പാ. അയ്യോ നിക്ക് പോലെ. ഒന്ന് പോ ചേച്ചി, ഞാൻ പോവാന്നേ. ഇത്ര അല്ലല്ലേറും ആരാന്ന് അറിയത്തില്ല അവന്. ഞാനിപ്പോ വരാം. നീയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവണം പറഞ്ഞേ. ഇവിടെ തന്നെ കാണും. ആര് വന്നാലും നമ്മളെ രക്ഷിക്കാൻ സമ്മതിക്കും തോന്നില്ല. ആ വന്നോ? എവിടെ അവര്? എന്റെ പൊന്നു സ്വാമി, എനിക്ക് വയ്യേ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെങ്കിലേ ത്രലല്ലേ ഒരു വരയ്ക്കകത്താക്കിയെങ്കിൽ അവരെ നിർത്തിയേക്കുവാ. ഞാൻ എങ്ങനെ അവരെ രക്ഷിക്കാൻ ചെല്ലാനാ? എനിക്ക് പേടി. ആ ത്രലലേറും എങ്കിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നെ എങ്കിൽ വല്ലതും ചെയ്യും. എടാ എലുമ്പ, നീ 2 കൂടെ അല്ലടാ പോയത്. എടാ സഹൂറ, നീ എന്താണെന്ന് മിണ്ടാത്തത്? നീ ഇവിടെ പോയിട്ട് നീ ഇങ്ങ് പോകുന്നു കൈയും വെച്ച്. അയ്യോ, അതെന്താണെന്ന് അറിയാവോ സ്വാമി? അവിടെ ചെന്നപ്പോഴത്തേക്കെന്ന് അറിയാവോ? സ്വാമി വിളിച്ചു വരുത്തിക്കുന്നവരില്ലേ 3 പിള്ളേർ. 2 പിള്ളേർ ഒരു തള്ളേ. അവരുടെ വീട്ടിൽ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം പിടുത്തം കിട്ടും. നമ്മളെ കയ്യിലുള്ള കളത്തരങ്ങൾ മൊത്തം അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്താ പറയുക, ഞാൻ അവിടെ പ്രതീക്ഷപ്പെട്ടില്ല. ഞാൻ അവിടെ ഒളിച്ചു നിന്ന്. ഇവൻ മാത്രം അങ്ങോട്ട് കയറിപ്പോയത്, ഈ എലുമ്പം മാത്രം. അത് കൊള്ളാം. നിന്നോട് പറഞ്ഞു അവരെ ഉപദ്രവിക്കാനൊക്കെ ചെല്ലാന്. അതുകൊണ്ട് നീ ഇപ്പൊ ഈ അവസരം പോയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? 2 എണ്ണം ഇവിടുന്ന് വെട്ടി വീഴുന്നു. അല്ലാതെ ഇതിനെ കൊണ്ടൊക്കെ ഒരു പ്രയോജനം ഇല്ലല്ലോ. സ്വാമി അങ്ങനെ മാത്രം പറയരുത്. ഞാൻ വെട്ടി വിഴുങ്ങിന്ന്. എത്ര പേരുണ്ട് അവര്? സ്വാമി, അത് 2 പിള്ളേർ ഒരു തള്ളേ. ഞാൻ വേറൊരു കൂട്ടരെ വിളിച്ചല്ലോ, അവരില്ലേ കൂട്ടത്തില്? ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് മനക്കണക്ക് നോക്കട്ടെ. ഞാൻ കള്ളസ്വാമി എന്നിട്ട് നീ പറഞ്ഞത്. അവരെവിടെ ഉണ്ടെന്നുള്ള എനിക്ക് ഗണിച്ചു പറയാനൊക്കെ കഴിയും കേട്ടോ. എടാ അടുത്തതും പ്രശ്നമായടാ. അവരും പ്രശ്നത്തിൽ പെട്ടേക്കും കേട്ടോ. ഇനി എനിക്ക് വയ്യ. ഇനി അതിന്റെ പുറകെ പോകാന്. അല്ലെങ്കിൽ നിന്നെയൊക്കെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. ഞാൻ തന്നെ പോവാ. അവരെ പിടിച്ചേക്കുന്നതേ മോടിക്കാമ്പലം പോവാ. എന്നാ സ്വാമി തന്നെ പോ സ്വാമി. ഞങ്ങൾ 2 പേരും വരുന്നില്ല കേട്ടോ. ഈ എലുമ്പൻ എനിക്ക് കൊണ്ടുപോയി ഒരു പ്രയോജനം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ 2 ഇവിടെ തന്നെ നിന്നോളാം. സ്വാമി ഒറ്റയ്ക്ക് പോയിട്ട് പോവാ. എന്തിനു മണ്ടത്തരം അമ്മണി നീ പറയുന്നത്? നമ്മുടെ കാലം ഇവിടെ നനക്കാൻ പറ്റുന്നുണ്ടോ? പശയ്ക്കാ തൊട്ടി പിടിച്ചേക്ക് നമ്മളിപ്പോ എങ്ങനെ രക്ഷപ്പെടും നീ പറയുന്നത്? നീ ഓ ശരിയാണല്ലോ. ഹലോ, ഇവിടെ നിൽക്കുവാന്നോ? ആരാ അടുത്ത ആരാ നീ? ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക. ആരാന്ന്? ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റാത്ത അവസ്ഥയാ. കാലൊട്ടിയിരിക്കുക. അയ്യോ, നിങ്ങൾ ആരാ? ഇനി ഞങ്ങളെ ഉപദ്രവിക്കൊന്നും ചെയ്യല്ലേ. അയാൾ ബാക്ക് സ്റ്റാബ് ചെയ്യോ നമ്മളെ? അതിനൊന്നും വന്നതല്ല ഞാൻ. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് വന്നതാ. നിങ്ങൾ അങ്ങനൊക്കെ പറയും രക്ഷിക്കാൻ വന്നതെന്നൊക്കെ. എന്നിട്ട് ഞങ്ങളെ കൊടുക്കാനുള്ള പരിപാടിയായിരിക്കും.
അല്ലെന്നേ. അമ്മേ സ്വാമി അല്ലേ അമ്മേ ഇത്? അയ്യോ എങ്ങനെ എത്തി സ്വാമി ഇവിടെ? ഞങ്ങളെ തിരക്കി. ഞങ്ങൾ ആകെപ്പാടെ പെട്ടിരിക്കുവായിരുന്നു. അയ്യോ സ്വാമി എങ്ങനെ എത്തി? നിങ്ങൾ വരാൻ താമസപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പന്തികേട് തോന്നി. ഞാനങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ബുണിക്കാമ്പല് പോ നിങ്ങളെ പണി പറ്റിച്ചല്ലേ? അയ്യോ അതെ 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 സ്വാമി. അയ്യോ സ്വാമിക്ക് എങ്ങനെ അറിയാം? സ്വാമി വൈദ്യത്തിയുള്ള ആളല്ലേ മോളെ, അതൊക്കെ അറിയാതിരിക്കുവോ? ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം കാലൊട്ടിയിരിക്കുമല്ലേ? ആ അതാ ബുണിക്കാമ്പലെ ഒരു തവളയല്ലേ, അതിന്റെ വായിലെ പശയായിരിക്കും ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതൊക്കെ ഞാൻ ഈസിയായിട്ട് ഇളക്കി തരാം. അയ്യോ പോണിക്കാത്തി. ബുണിക്കാമ്പല പോ, നീ എന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? നിങ്ങളെന്താ ഇവിടെ? അത് എൻ്റെ കസ്റ്റമേഴ്സാ. എടാ നിങ്ങൾ ആ കള്ളസ്വാമി ഇല്ലടാ. നിങ്ങളെന്താ ഇവരെ പുറകെ കിടക്കുന്നത്? എന്താ ബുണിക്കാമ്പല എന്നെ കുറിച്ച് പറഞ്ഞു നീ? ഞാൻ കള്ളസ്വാമി എന്നോ? ഞങ്ങളുടെ സ്വാമി എന്നെ പറഞ്ഞുണ്ടല്ലോ. എന്നെക്കാളും ഡേഞ്ചർ അയാള്. നിങ്ങൾ അയാളെ വിശ്വസിക്കുന്ന എന്തായാലും നിനക്ക് എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല. സിം ഭൂം ഭീ ഭാ ഭൂ. ആ പൊണിക്കാമ്പലം പൊട്ടിത്തെറിച്ച് പോയല്ലോ. എന്റെ അടുത്ത് അവന്റെ കളി. സ്വാമി എന്നാ ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് മനയിലോട്ട് പോകാം, എന്നിട്ട് നമുക്ക് പൂജ തുടങ്ങാം. തടസ്സങ്ങളൊക്കെ കണ്ടില്ലേ? ഇതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ എത്രയും വേഗം വന്ന് പൂജകൾ നടത്താൻ പറഞ്ഞത്. കണ്ടിട്ടില്ലേ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്? ശാരദ പിള്ളേർ ഈ കാട്ടിരിക്കുന്നത്, അത് നീ നെറ്റിനകത്ത് എന്താണ് പരിപാടി? ഇവരൊക്കെ ഗെയിം കളിക്കാതെ ഇവിടെ കൊള്ളാന്റെ കളി. അയ്യോ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? ശാന്തേച്ചി, അയ്യോ നിങ്ങളുടെ സ്വാമി ഉണ്ടല്ലോ, എല്ലാരും ഞങ്ങളെ രക്ഷിക്കാൻ വന്നതല്ലേ? എന്റെ കൂടെ എത്ര എലുമ്പിനല്ലേ മുമ്പ് ഇവിടെ വന്നത്? നിങ്ങളെ രക്ഷിക്കാൻ പറ്റാതില്ലേ പുള്ളിക്കാരൻ തിരിച്ചു വന്നത്? അങ്ങനെ ഞാൻ നേരിട്ട് വന്നത്. എന്തൊക്കെയാ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എവിടെ പോയതാ? ഞങ്ങൾ സ്വാമി അടുത്ത് പോവായിരുന്നു ശാന്തേച്ചി. സ്വാമി ഇന്നലെ വിളിച്ചിരുന്നു ഞങ്ങളെ അവിടെ പൂജയ്ക്ക് എല്ലാം വേണ്ടിട്ട്. അയ്യോ സ്വാമി നിങ്ങളെ വിളിച്ചിരുന്നോ? എന്നെ അമ്മയെ വിളിച്ചായിരുന്നു ചെല്ലാന്. നിങ്ങളെ രണ്ടു കൂട്ടരും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ലല്ലോ നമ്മളെ രണ്ടു കൂട്ടരെയും വിളിച്ച കാര്യം. അമ്മയെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നതുപോലും ഇല്ല. ഇന്ന് ഞങ്ങളെങ്കിൽ ആ സ്വാമി അടുത്ത് പോകുന്നുണ്ട്. എനിക്ക് വരാൻ സമയം ഇല്ലാതിരുന്നത്. അന്നോട് നീ വീട്ടിൽ വന്നാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോവായിരുന്നല്ലോ. അല്ല നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങളെന്താ ഈ വരയ്ക്കകത്ത് കറിക്കുന്നേ? ഒന്നും പറയണ്ട ശാന്തേച്ചി, ഞങ്ങളാണെങ്കിൽ ത്രല്ലേറോ പിടി കൂടിയേക്കുവാ. ഇതേ നമുക്കൊരു കാര്യം ചെയ്യും സ്വാമി, പെട്ടെന്ന് പോവാം ഇവിടുന്ന്. അതെ വല പെട്ടെന്ന് അടിക്ക്. ആ തലയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പോകാം. പിന്നെ ഞാൻ എനിക്ക് അതിനോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഞാൻ തന്നെ അടിക്കാം. ഓം 0 സ്വാമി എത്ര കേമപ്പെട്ട ആളാ. ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുമോ സ്വാമി? ഞങ്ങളാണെങ്കിൽ ബോണിക്കാമ്പിൽ പോയി പിടി കൂടിയേക്കുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെ ഒട്ടി നിൽക്കുമായിരുന്നു. ഞങ്ങളെ അവിടെ സ്വാമി രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുവാ. നിങ്ങളെ പൊണിക്കാപ്പനെ പിടിച്ചായിരുന്നോ? വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറ. വാ നമുക്ക് എത്രയും പെട്ടെന്ന് പൂജ നടത്തണം. വേഗം നടക്കല്ലാരും. ശരി സ്വാമി. എടാ എനിക്ക് അങ്ങോട്ട് മാറി നിൽക്കടാ. അവരെല്ലാം വരുന്നുണ്ട്. അവരൊക്കെ എന്നെ കണ്ടെങ്കിൽ പ്രശ്നമാകും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരാം. എടാ എന്നെ കയറി ഇങ്ങനെ എലുമ്പാന്ന് വിളിക്കാതെ. എൻ്റെ പേര് ഗോപാലന്നാ. നീ സ്വാമി കയറി കള്ളസ്വാമി എന്ന് വിളിക്കുന്നത്, എന്നെ കയറി എലുമ്പാന്ന് വിളിക്കുന്നത്. നിന്റെ തത്വങ്ങളൊന്നും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ അങ്ങോട്ട് മാറിക്കട്ടെ. സ്വാമി എത്തിയോ? എല്ലാവരും ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയോ? അതെല്ലാം ചാർട്ട് പ്രകാരം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വരൂ എല്ലാവരും ഇവിടോട്ട് വന്നിരുന്നേ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴേ ഇരിക്കണ്ട. നമുക്ക് ആദ്യം ഒരു പ്രാർത്ഥന നടത്താം. അത് കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതി എല്ലാവരും. നിൽക്കിരിക്കേ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചടങ്ങുണ്ട്. നിങ്ങളുടെ കയ്യിലും കാലിലും കിടക്കുന്ന എല്ലാം, കയ്യിലും കാലിലും കഴുത്തിലും എല്ലാം കിടക്കുന്ന ഓർണമെന്റ്സ് മൊത്തം ഊരിയോട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. അയ്യോ അതൊക്കെ ഊരിക്കണോ സ്വാമി? അതെ, നമുക്ക് ഓർണമെന്റ്സ് ഒന്നും ആവശ്യമില്ല. അതായത് നമുക്ക് ഈ വസ്ത്രമോ മറ്റൊന്നും നമുക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമുക്ക് ഈ ശരീരം മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥനയിലും അത് മാത്രം മതി. എന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രസ്സ് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഓർണമെന്റ്സ് മൊത്തം ഊരി വയ്ക്കുക. അത് നമുക്ക് ആവശ്യമില്ല. ഡ്രസ്സ് പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്, അത്യാവശ്യമുള്ളത്. അതുകൊണ്ട് അത് കിടന്നോട്ടെ. പക്ഷെ നമുക്ക് ഈ ഓർണമെന്റ്സ് മൊത്തം നിങ്ങളോട് ഊരി വെക്കണം. ശരി സ്വാമി. മക്കളെല്ലാവരും കഴുത്തിനും കാത്തിലും കിടന്ന് ഊരി ഇങ്ങോട്ട് മാറ്റി വെച്ചേ. ഇവിടെ ഒന്നും ഊരാൻ സ്ഥലമില്ല. മക്കളെ അങ്ങോട്ട് മാറിയേക്ക്. സ്വാമിയെ നിങ്ങൾ കോൾ അടിച്ചല്ലോ. ഞാൻ കള്ളസ്വാമിയാന്നല്ലായിരുന്നു പറച്ചില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന? സഹൂർ അവിടെ പോയി. സഹൂർ ഒളിച്ചിരിക്കുക. ഇവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മനസ്സിലാകുമല്ലോ. സഹൂറിനെ കണ്ടാൽ മനസ്സിലാവും കള്ളത്തിന് മൊത്തം. അതുകൊണ്ട് സഹൂർ ഒളിച്ചിരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ്. അവന്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ. അവനകത്ത് തന്നെ ഇരിക്കട്ടെ. ഇവരെല്ലാം പോയി കഴിഞ്ഞ് ഓർണമെന്റ്സ് പറക്കാൻ മാത്രമാവും വരട്ടെ. ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്തോ വിലയാ. ഒരു തരി കിട്ടിയാൽ തന്നെ ലക്ഷങ്ങളാ. ഇപ്പൊ ഇവരുടെ കഴുത്തിനും കാത്തിനൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നത്. നമ്മൾ മിക്കവാറും കോടീശ്വരന്മാരാകും തോന്നുന്നു. അപ്പോഴെങ്കിലും എനിക്ക് കുറച്ച് നല്ല ആഹാരം തന്നെ എന്നെ ഒന്ന് വണ്ണം വെപ്പിക്കണേ സ്വാമി. സ്വാമി ഇതേ എല്ലാം ഊരി വെച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവരും. എന്റെ തരൂ. ഇതാ സ്വാമി. ഇത് കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇനി ഞാൻ ജപിക്കുന്ന മന്ത്രങ്ങളല്ല നിങ്ങൾ എന്റെ കൂടെ ജപിക്കണം കേട്ടോ. ഒരുപാടില്ല കേട്ടോ. പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥനയാണ്.
ഇത്രയും മന്ത്രം ജപിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ആത്മവിശ്വാസവും ഒരു ശാന്തിയും ലഭിക്കുന്നില്ലേ? ഉണ്ട് തിരുമേനി, നന്നായിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യ്, ഇനി നിങ്ങളെല്ലാവരും നാളെ വാ, ഇന്നത്തേക്ക് ഇത്ര മാത്രം മതി കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ ഈ ഓർണമെന്റ്സ് ഒക്കെ ഇവിടെ വെച്ചേക്കാം കേട്ടോ. നാളെ വന്നിട്ട് എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങളിത് ശരീരത്തിൽ അണിഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ശരീരമാണ് വരുന്നത്. ഈ ഓർണമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു ആർപ്പാട് മാത്രമാണ്. സ്വാമി അപ്പം പറഞ്ഞു വരുന്നത് ഈ ഓർണമെന്റ്സ് നമുക്ക് ധരിക്കേണ്ട ആവശ്യമില്ലെന്നാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഓർണമെന്റ്സ് ഒക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ സ്വാമി, ഞങ്ങൾക്ക് വേണ്ടത്. ഇത്ര വിലകൊടുക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സോടുകൂടി തന്നെ എനിക്ക് തരുവാണോ? അതും കോടിയോളം വില മതിക്കുന്ന സാധനമല്ലേ ഇത്? ഇത് നിങ്ങൾ സ്വന്തം മനസ്സാൽ എനിക്ക് തരുവാണോ? ഇപ്പോഴത്തെ ഒരു കാര്യം സ്വർണത്തിന് തന്നെ എന്താ വില? അപ്പൊ പിന്നെ ഇത്രയും സ്വർണത്തിന് എത്ര രൂപയാകുമായിരിക്കും? അത്ര നിങ്ങൾ എനിക്ക് തരുവാണോ? അതിന് സ്വാമി ഇതിനകത്ത് തന്നെ ഒരു തരി പോലും സ്വർണ്ണമില്ല, ഇത് മൊത്തം മുക്കുമുണ്ടോ? ഞങ്ങൾ വെറുതെ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇപ്പോഴത്തെ വില അനുസരിച്ച് ആര് സ്വർണ്ണമൊക്കെ ഇടുന്നത്? ഞങ്ങൾക്ക് കള്ളന്മാരെ പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്വർണ്ണമൊന്നും ഇട്ടുകൊണ്ട് നടക്കാറില്ല. ഇതിനകത്ത് ഒരു തരി പോലും ഇല്ല സ്വർണ്ണം. ഇതിലൊരു കാര്യം പോലും സ്വർണ്ണം ഇല്ലെന്നോ? 1 ഗ്രാം പോലും ഇല്ല ഇത് സ്വർണം. ഇല്ല സ്വാമി, 1 ഗ്രാം പോലും ഇല്ല. നീയൊക്കെ അപ്പൊ ഞങ്ങളെ പറ്റിക്കുമായിരുന്നോ? അതെന്താ സ്വാമി അങ്ങനെ പറഞ്ഞത്? ഞങ്ങളെന്തിനാ പറ്റിക്കുന്ന സ്വാമി? ശാന്തച്ചി, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇയാള് കള്ളസ്വാമിയായിരുന്നു. നമ്മുടെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് ഇയാൾ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇയാൾ പണ്ട് കുറെ പൂജ അയച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കുറെ പൈസ തട്ടിയിട്ടുള്ള. ആഹാ, നീയൊക്കെ അപ്പൊ ഞങ്ങളുടെ സ്വാമി ഞങ്ങളെ അപ്പൊ പറ്റിക്കുമായിരുന്നല്ലേ? ഞങ്ങളൊക്കെ അപ്പൊ പണിയെടുത്ത് വെറുതെ ആയല്ലോ. നീയൊക്കെ ഇപ്പൊ കാണിച്ചു തരാം. പിള്ളേരെ ഓടിക്കോ, രക്ഷപ്പെട്ടോ എല്ലാരും. എല്ലാം ചെറ്റി വിട്ടവര് പോയല്ലോ. ഞാൻ അവരെ വക വരുത്തിയിട്ടുള്ള കാര്യം. ഇനി വേണ്ട സഹോ, പോട്ടെ. എന്തിന് നമുക്കിനി പ്രയോജനം എന്തോ അവരെ പിടിച്ചിട്ട്? നമുക്ക് സ്വർണം കിട്ടിയോ? അതും ഇല്ല. ഇനി നമുക്ക് വേറെ ആരെങ്കിലും തപ്പാം. ശരിയാ കള്ളസ്വാമി, നമുക്ക് വേറെ തപ്പാം.